ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ചലഞ്ചറ. ഞാൻ രാജേശ്വരി വിനോദ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കാൻ പോകുന്നത് കേട്ടിട്ട് എക്സാമിനും LP-UPക്കും ഒരേപോലെ പ്രയോജനം ചെയ്യുന്ന കുറച്ച് സൈക്കോളജി ക്വസ്റ്റ്യൻസ് ആണ്. നമുക്കറിയാം, സൈക്കോളജി എന്ന് പറയുന്നത് കേട്ടിട്ട് എക്സാം ആവട്ടെ, LP-UP ആവട്ടെ, ടീച്ചിങ് എക്സാംസുകളിലെല്ലാം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആണ് സൈക്കോളജി എന്ന് പറയുന്നത്. ചില അധ്യാപക വിദ്യാർത്ഥികൾ ഇതിനെ വളരെ സന്തോഷത്തോടെ അല്ലെങ്കിൽ വളരെ ഹാപ്പിനെസ് ആയിട്ട് അല്ലെങ്കിൽ വളരെ ഈസി ആയിട്ട് മോഡിൽ കണ്ട് പഠിക്കാറുണ്ട്. ചിലരാവട്ടെ ബാലികേറാമല പോലെയാണ്. എനിവേ, നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് പഠിക്കുന്നതിലൂടെ ഈ രണ്ട് ആറ്റിറ്റ്യൂഡ് ഉള്ളവരെ സംബന്ധിച്ചും ക്വസ്റ്റ്യൻസ് ഹാൻഡിൽ ചെയ്യുന്നതിലൂടെ അല്ലെ ക്വസ്റ്റ്യൻസ് ഒരുപാട് പരിചയപ്പെടുന്നതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ വരുന്ന കേഡറ്റ് എക്സാമിന് അല്ലെങ്കിൽ വരുന്ന LP-UP എക്സാമിന് നിങ്ങൾക്ക് പ്രയോജനകരമാകുന്ന രീതിയിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ ഫസ്റ്റ് ക്ലാസ് ആണ് നമ്മൾ ഇന്ന് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ മോഡൽ ചോദ്യമാണ്, സൈക്കോളജിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മോഡൽ ചോദ്യങ്ങളാണ്. അതിലൊന്നാമത്തെ ഇതാണ്: ബോബോ പാവ പരീക്ഷണം നടത്തിയ വിദ്യാഭ്യാസ മനഃശാസ്ത്രജ്ഞൻ ആരാണ്? ഞാൻ ആൻസറും അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ബോബോ പാവ പരീക്ഷണം. ഓക്കെ, നിരീക്ഷണ പഠന സിദ്ധാന്തത്തിന്റെ വക്താവ്, സാമൂഹിക പഠന സിദ്ധാന്തത്തിന്റെ വക്താവ് അല്ലെ. അപ്പൊ അദ്ദേഹം എന്താണ്? ബോബോ പാവ പരീക്ഷണം നടത്തി, കുട്ടികളുടെ മുമ്പിൽ നടത്തി. ആ കുട്ടികളിൽ നിന്ന്, ആ പരീക്ഷണത്തിലൂടെ കുട്ടികളിൽ ഉണ്ടാവുന്ന, അതായത് മാതൃക നൽകുന്നതിലൂടെ കുട്ടികൾ എന്താണ് ഈ വിഷ്വൽസ്, ഇതെല്ലാം കുട്ടികളെ കൂടുതൽ സ്വാധീനിക്കുന്നു എന്ന ഒരു സിദ്ധാന്തത്തിലേക്ക് വന്നെത്തിയ മനഃശാസ്ത്രജ്ഞനാണ് ആൽബർട്ട് ബെന്തൂര എന്ന് പറയുന്നത്. ദൃശ്യമാധ്യമങ്ങൾ കുട്ടിയുടെ മനസ്സിനെ ഒരു പരിധി വരെ സ്വാധീനിക്കുന്നു എന്ന് തെളിയിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ ബോബോ പാവ പരീക്ഷണം. അദ്ദേഹം കുറേയേറെ കുട്ടികളെ ഒരു റൂമിനകത്ത് അടച്ചാക്കി അതിൽ ഒരു TV-യിൽ അദ്ദേഹം ഒരു ചിത്രം കാണിച്ചു. അതായത് ഒരു വ്യക്തി, ഒരു മോഡൽ, പ്രശസ്തനായ ഒരു മോഡൽ തൻ്റെ പാവയെ ഭയങ്കര മോശമായിട്ട് ആ പാവയെ ഹാൻഡിൽ ചെയ്യുന്നത് കാണിച്ചു. ഇത് കണ്ട കുട്ടികളെ അദ്ദേഹം പാവയുള്ള ഒരു മുറിയിലേക്ക് കയറ്റിവിട്ടു. കുറച്ചധികം സമയത്തിന് ശേഷം അദ്ദേഹം വാതിൽ തുറന്ന് ഓരോരുത്തരെ ആയിട്ട് നോക്കിയപ്പോൾ അതിൽ 90% കുട്ടികൾ പാവയെ എന്താണോ മോഡൽ കാണിച്ചത് അതുപോലെ തന്നെ കാണിക്കുന്നതായിട്ട് കണ്ടു. അപ്പൊ അദ്ദേഹം നിരീക്ഷണ പഠനം എന്നുള്ള ഒരു സിദ്ധാന്തം ആവിഷ്കരിച്ചു. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമാണ് ഈ ദൃശ്യമാധ്യമങ്ങൾ കുട്ടിയുടെ മനസ്സിനെ അല്ലെങ്കിൽ കുട്ടിയിൽ നിരീക്ഷണ പാടവം വളർത്തുന്നു എന്നൊരു ഒരു സിദ്ധാന്തം അല്ലെങ്കിൽ ഒരു വാക്കും കൂടെ അദ്ദേഹം അല്ലെങ്കിൽ ഒരു അഭിപ്രായവും കൂടെ അദ്ദേഹം ആരായുകയുണ്ടായി. അപ്പൊ ബോബോ പാവ പരീക്ഷണം നടത്തിയത് ആൽബർട്ട് ബെന്തൂരയാണ് എന്ന് പഠിച്ചു വെക്കുക. പ്രബലന സിദ്ധാന്തം ആരുടെ? നമുക്കറിയാം, പ്രബലന സിദ്ധാന്തം, റീഎൻഫോഴ്സ്മെന്റ് എന്ന പദം കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന വ്യക്തി ആരാണ്? സ്കിന്നർ ആണ് അല്ലെ. പ്രബലന സിദ്ധാന്തം, റീഎൻഫോഴ്സ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് സ്കിന്നർ ആണ് വരിക. പക്ഷേ ഇവിടെ പ്രബലന സിദ്ധാന്തം ആരുടെ, തിയറി ആരുടെ എന്നാണ്. ഓക്കെ, റീഎൻഫോഴ്സ്മെന്റ് തിയറി അഥവാ പ്രബലന സിദ്ധാന്തം എന്ന് പറയുന്നത് വ്യവഹാരവാദികളിൽ ഒരാളായ ക്ലാർക്ക് എൽ ഹള്ളിൻ്റെതാണ്. എന്നാൽ പ്രബലനം എന്ന പദത്തിനെ വിദ്യാഭ്യാസ മേഖലയിലേക്ക് സംഭാവന ചെയ്തത് ആരാണെന്ന് ചോദിച്ചാൽ അത് ആരാണെന്ന് പറയാം? സ്കിന്നർ ആണെന്ന് പറയാം. പ്രബലനം എന്ന പദത്തിനെ വിദ്യാഭ്യാസ മേഖലയിലേക്ക് സംഭാവന ചെയ്തത് സ്കിന്നറും പ്രബലന സിദ്ധാന്തം ആവിഷ്കരിച്ചിരിക്കുന്നത് ക്ലാർക്ക് എൽ ഹള്ളുമാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഒന്നാമത്തെ ചോദ്യം ബോബോ പാവ പരീക്ഷണം ആൽബർട്ട് ബെന്തൂര ആയിരുന്നു. 2, പ്രബലന സിദ്ധാന്തം ആരുടെ എന്ന ചോദ്യത്തിന് ക്ലാർക്ക് എൽ ഹൾ. അതിന്റെ തൊട്ട് താഴെ എഴുതി വെക്കുക, പ്രബലനം എന്ന പദം വിദ്യാഭ്യാസ മേഖലയിലേക്ക് സംഭാവന ചെയ്തത് ആരാണ്? സ്കിന്നർ, BF സ്കിന്നർ ആണ് എന്ന് പഠിച്ചു വെക്കുക കേട്ടോ. ഇനി അടുത്തതാണ് ബാങ്കിങ് എഡ്യൂക്കേഷൻ എന്ന ആശയം ആരുടെ? ബാങ്കിങ് എഡ്യൂക്കേഷൻ നമുക്കറിയാം എക്സാമുകളിൽ ചോദിക്കുന്നതാണ്, LP-UP എക്സാമുകളിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ബാങ്കിങ് എഡ്യൂക്കേഷൻ എന്ന ആശയം പൗലോ ഫ്രെയറിൻ്റെതാണ്. ബാങ്കിങ് എഡ്യൂക്കേഷൻ എന്ന ആശയം പൗലോ ഫ്രെയറിൻ്റെതാണ് എന്ന് പഠിച്ചു വെക്കുക. CBSE നിലവിൽ വന്ന വർഷം എന്നാണ്? CBSE നിലവിൽ വന്ന വർഷം 1962 CBSE നിലവിൽ വരുന്നത്. ബാങ്കിങ് എഡ്യൂക്കേഷൻ എന്ന ആശയം പൗലോ ഫ്രെയറിൻ്റെതാണ്. CBSE നിലവിൽ വന്നത് 1962 എന്ന് പഠിച്ചു വെക്കുക കേട്ടോ കുഞ്ഞുങ്ങളെ. അടുത്തത് CCE കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ നിലവിൽ വന്നത് എന്നു മുതലാണ്? കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ CCE സംസ്ഥാനത്ത് നിലവിൽ വന്നത് 2013-14 കാലയളവിലാണ്. CCE സംസ്ഥാനത്ത് നിലവിൽ വന്നത് 2013
2013-2014 കാലയളവിലാണ് CCE സംസ്ഥാനത്ത് നിലവിൽ വന്നത് എന്ന് കാണാം. ഇനി വ്യക്തിഗത ബോധന സമ്പ്രദായത്തിന്റെ മറ്റൊരു പേര്, വ്യക്തിഗത ബോധന സമ്പ്രദായം എന്ന് വെച്ചാൽ പേഴ്സണലൈസ്ഡ് ഇൻസ്ട്രക്ഷൻ. അതിന്റെ മറ്റൊരു പേരാണ് കെല്ലർ പ്ലാൻ. BF കെല്ലർ ആണ് ഇതിന്റെ ഉപജ്ഞാതാവ്. വ്യക്തിഗത ബോധന സമ്പ്രദായത്തിന്റെ പേഴ്സണലൈസ്ഡ് സിസ്റ്റം ഓഫ് ഇൻസ്ട്രക്ഷൻ, അതിന്റെ വക്താവ് എന്ന് പറയുന്നത് BF കെല്ലർ ആണ്. സോ വ്യക്തിഗത ബോധന സമ്പ്രദായത്തിന്റെ മറ്റൊരു പേരെന്ന് പറയുന്നത് കെല്ലർ പ്ലാൻ ആണ്. ഓക്കെ, കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ നിലവിൽ വന്നത് 2013-14 കാലയളവിലാണ്. വ്യക്തിഗത ബോധന സമ്പ്രദായത്തിന്റെ മറ്റൊരു പേരെന്ന് പറയുന്നത് കെല്ലർ പ്ലാൻ എന്നുള്ളത് പഠിച്ചു വെക്കുക. അടുത്തത്, ഏറ്റവും പഴക്കം ചെന്ന മനഃശാസ്ത്ര പഠന രീതി, ബോധമണ്ഡലത്തിലെ അനുഭവങ്ങളെ പഠിക്കാൻ വില്യം വൂണ്ട് ആവിഷ്കരിച്ച ആത്മപരിശോധനാ രീതിയാണ് ഏറ്റവും പഴക്കം ചെന്ന മനഃശാസ്ത്ര പഠന രീതി എന്ന് പറയുന്നത്. ഏറ്റവും പഴക്കം ചെന്ന മനഃശാസ്ത്ര പഠന രീതി എന്ന് ആത്മനിഷ്ഠാ രീതി എന്നും പറയുന്നുണ്ട്. ആത്മപരിശോധനാ രീതി വില്യം വൂണ്ട് ആവിഷ്കരിച്ചതാണ് ഈ രീതി. SCERT നിലവിൽ വന്നത് 1994-ലാണ്. ഇതിനു മുമ്പ് നമ്മളൊരു ചോദ്യം പഠിച്ചിട്ടുണ്ടായിരുന്നു. CBSE നിലവിൽ, ഇതൊക്കെ കുറിച്ച് വെച്ചോണം. LP UPക്കാർക്ക് സ്പെഷ്യലൈസ് ആയിട്ട് പഠിക്കേണ്ടതാണ്. ഈ LP UP എന്ന് ഞാൻ പറഞ്ഞാലും കേട്ടറ്റുകാർക്കും ഇത് എഴുതി പഠിക്കാം. കാരണം നമ്മൾ പഠിക്കുന്ന എന്തിനാ, അടുത്ത LP UPക്ക് വേണ്ടിയാണ്. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് എല്ലാവരും നോട്ട് ബുക്കിലോട്ട് ഇത് എഴുതി വെച്ച് തന്നെ പഠിച്ചു പോകാം കേട്ടോ. CBSE നിലവിൽ വന്നത് 1962-ലാണ്. CCE സംസ്ഥാനത്ത് നിലവിൽ വന്നത് 2013-14-ലാണ്. വ്യക്തിഗത ബോധന സമ്പ്രദായത്തിന് മറ്റൊരു പേര് കെല്ലർ പ്ലാൻ എന്നാണ്. ഏറ്റവും മനഃശാസ്ത്രത്തിലെ ഏറ്റവും പഴക്കമുള്ള രീതി ആത്മപരിശോധനാ രീതി അഥവാ ആത്മനിഷ്ഠാ രീതിയാണ്. ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ് എന്ന് പറയും. SCERT നിലവിൽ വന്നത് 1994-ലാണ് എന്ന് പഠിച്ചു വയ്ക്കുക. അടുത്തത്, സംസ്കാരം മനോവികാസത്തിന് സ്വാധീനം ചെലുത്തുന്നു എന്ന് പറഞ്ഞ മനഃശാസ്ത്രജ്ഞൻ ആര്? സംസ്കാരം മനോവികാസത്തിന് സ്വാധീനം ചെലുത്തുന്നു എന്ന് പറഞ്ഞത് ബ്രൂണറാണ്. സംസ്കാരം മനോവികാസത്തിന് സ്വാധീനം ചെലുത്തുന്നു എന്ന് പറഞ്ഞത് ബ്രൂണറാണ്. കേരള വിദ്യാഭ്യാസ നിയമം KER ആക്ട് നിലവിൽ വന്നത് എന്നാണ്? കേരള വിദ്യാഭ്യാസ നിയമം അഥവാ KER നിലവിൽ വന്നത് 1959. ഇത് പഠിച്ചു വെക്കണം മക്കളെ. ഇതിൽ ഏതെങ്കിലും ഒരു ചോദ്യം വരാറുണ്ട്. ഒന്നെങ്കിൽ CCE റിലേറ്റഡ് ആയിരിക്കാം, അല്ലെ CBSE ആയിരിക്കാം, അല്ലെ NCERT ആയിരിക്കാം, അല്ലെങ്കിൽ SCERT ആയിരിക്കാം. ഇത് ചോദിക്കാറുണ്ട്. സംസ്കാരം മനോവികാസത്തിന് സ്വാധീനം ചെലുത്തുന്നു എന്ന് അഭിപ്രായപ്പെട്ടത് ഹാർവാർഡ് സർവകലാശാലയിലെ പ്രൊഫസർ ആയിരുന്ന ജെറോം എസ് ബ്രൂണർ ആണ്. വിദ്യാഭ്യാസ മേഖലയ്ക്ക് ചാക്രികാരോഹണ രീതി സംഭാവന നൽകിയ വ്യക്തിയാണ് ജെറോം എസ് ബ്രൂണർ. പഠിക്കാൻ പഠിക്കൽ എന്ന ആശയം അദ്ദേഹത്തിൻ്റെതാണ്. ഇങ്ങനെ ആശയാധാന മാതൃക, കണ്ടെത്തൽ പഠനം, ഇതുപോലുള്ള ഒരുപാട് ആശയങ്ങൾ വിദ്യാഭ്യാസ മേഖലയിലേക്ക് സംഭാവന ചെയ്ത വ്യക്തിയാണ് ജെറോം എസ് ബ്രൂണർ എന്ന് പറയുന്നത്. കേരള വിദ്യാഭ്യാസ നിയമം 1959-ലാണ് നിലവിൽ വരുന്നത് എന്ന് കാണാം. കർട്ട് ലെവിന്റെ ക്ഷേത്ര സിദ്ധാന്തം, ഫീൽഡ് തിയറി ആരുടെ? കർട്ട് ലെവിൻ. ഒന്നാമത്തെ പോയിന്റ് പഠിച്ചു വയ്ക്കുക. ക്ഷേത്ര സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് കർട്ട് ലെവിൻ, എഴുതി പഠിക്കുക. ഇനി കർട്ട് ലെവിന്റെ ക്ഷേത്ര സിദ്ധാന്തത്തിലെ കേന്ദ്ര ബിന്ദു ഏതാണെന്ന് ചോദിച്ചാൽ വ്യക്തിയാണ്. കർട്ട് ലെവിന്റെ ക്ഷേത്ര സിദ്ധാന്തത്തിലെ കേന്ദ്ര ബിന്ദു ആരാണെന്ന് ചോദിച്ചാൽ വ്യക്തിയാണ് എന്ന് പറയാം. അടുത്തത്, ഗ്രേഡിംഗ് സമ്പ്രദായം അനുസരിച്ച് ആദ്യമായി SSLC പരീക്ഷ നടന്നത്, ഗ്രേഡിംഗ് സിസ്റ്റത്തിന്റെ ബേസിൽ SSLC പരീക്ഷ നടന്ന വർഷം 2005-ലാണ്. ഓക്കെ, ഗ്രേഡിംഗ് സമ്പ്രദായം അനുസരിച്ച് SSLC പരീക്ഷ നടന്ന വർഷം 2005-ആണ്. കർട്ട് ലെവിന്റെ ക്ഷേത്ര സിദ്ധാന്തത്തിന്റെ കേന്ദ്ര ബിന്ദു വ്യക്തിയാണ്. അതുപോലെ തന്നെ ഗ്രേഡിംഗ് സമ്പ്രദായം അനുസരിച്ച് ആദ്യമായി SSLC പരീക്ഷ നടന്ന വർഷം ഏതാണെന്ന് ചോദിച്ചാൽ 2005-ആണെന്ന് കാണാം. ജനിക്കുമ്പോൾ ശിശുവിന്റെ മനസ്സ് വെള്ളക്കടലാസ് പോലെ സംശുദ്ധമാണെന്നും പഞ്ചേന്ദ്രിയങ്ങളാണ് അതിലെന്ത് ബിംബങ്ങൾ ആലേഖനം ചെയ്യുന്നത് എന്നും അഭിപ്രായപ്പെട്ടത് ആരല്ലെ? പ്രസ്താവിച്ചത് ആര്? ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. LPക്കും UPക്കും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. പ്രീവിയസ് ഇയറിൽ നിന്ന് എടുത്ത പല ചോദ്യങ്ങളും ഇതിനകത്ത് വന്നിട്ടുണ്ട്. സോ എടുത്ത് തന്നെ പഠിക്കുക. ജനിക്കുമ്പോൾ ശിശുവിന്റെ മനസ്സ് വെള്ളക്കടലാസ് പോലെ സംശുദ്ധമാണെന്നും പഞ്ചേന്ദ്രിയങ്ങളാണ് അതിൽ ബിംബങ്ങൾ ആലേഖനം ചെയ്യുന്നത് എന്നും പ്രസ്താവിച്ചത് ആരാണ്? ജോൺ ലോക്കാണ്. ജനിക്കുമ്പോൾ ശിശുവിന്റെ മനസ്സ് വെള്ളക്കടലാസ് പോലെ സംശുദ്ധമാണെന്നും പഞ്ചേന്ദ്രിയങ്ങളാണ് അതിലേക്ക്, അതായത് നമ്മുടെ ഇന്ദ്രിയങ്ങൾ വഴിയാണ് അതിലേക്ക് ബിംബങ്ങൾ ആലേഖനം ചെയ്യുന്നത് എന്ന് അഭിപ്രായപ്പെട്ടത്
ജോൺ ലോക്കാണ്. മനഃശാസ്ത്രത്തിലെ വർത്തന സിദ്ധാന്തം, വ്യവഹാരവാദത്തിന് പറയുന്ന മറ്റൊരു പേരാണ് വർത്തന സിദ്ധാന്തം, ബിഹേവിയറിസം. വക്താവ് ആരാണ്? ജോൺ ബി വാട്സൺ ആണ്. JB വാട്സൺ മനഃശാസ്ത്രത്തിന്റെ വർത്തന സിദ്ധാന്തം ആവിഷ്കരിച്ചത് JB വാട്സൺ ആണെന്ന് കാണാം. വായനാ പരിശീലനം നൽകാൻ വൈഗോട്സ്കിയുടെ ആശയങ്ങളുടെ പിൻബലത്തോടെ രൂപീകരിച്ച പഠന രീതി. വൈഗോട്സ്കിയാണ് വായനാ പരിശീലനം നൽകാൻ വൈഗോട്സ്കിയുടെ ആശയങ്ങളുടെ പിൻബലത്തോടെ രൂപീകരിച്ച പഠന രീതിക്ക് പറയുന്ന പേരാണ് റെസിപ്രോക്കൽ ടീച്ചിങ് അഥവാ പ്രതിക്രിയാധ്യാപനം. സഹവർത്തിത പഠനം, സഹകരണ പഠനം, സംവാദാത്മക പഠനം എന്നിങ്ങനെ പഠന രീതികൾ വിദ്യാഭ്യാസ മേഖലയിലേക്ക് സംഭാവന ചെയ്ത വ്യക്തിയാണ്, അല്ലെ കോൺസെപ്റ്റുകൾ കൊണ്ടുവന്ന വ്യക്തിയാണ് വൈഗോട്സ്കി. അദ്ദേഹം വായനയ്ക്ക് പ്രാധാന്യം നൽകുന്ന ഒരു പഠന രീതി ആവിഷ്കരിച്ചു. അതിനെ പ്രതിക്രിയ അധ്യാപനം അഥവാ റെസിപ്രോക്കൽ ടീച്ചിങ് എന്നാണ് വിശേഷിപ്പിക്കുക. റെസിപ്രോക്കൽ ടീച്ചിങ് അഥവാ പ്രതിക്രിയ അധ്യാപനം എന്ന് പറയുന്നു. ആന്തരിക പ്രചോദനത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നത് മാനവികതാവാദമാണ്. മാനവികതാവാദം ഒരു വ്യക്തിയുടെ ആന്തരിക പ്രചോദനത്തിന് പ്രാധാന്യം നൽകുന്നു എന്ന് കാണാനായിട്ട് സാധിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, വ്യക്തിവികാസം തുടർച്ചയായ പഠന പ്രക്രിയയുടെ ഫലമാണ്. വ്യക്തിവികാസം തുടർച്ചയായ പഠന പ്രക്രിയയുടെ ഫലമാണെന്ന് അഭിപ്രായപ്പെട്ടത് ഹാർവി ഗസ്റ്റ് ആണ്. ഹാർവി ഗസ്റ്റ് ആണ്. വ്യക്തിവികാസം തുടർച്ചയായ പഠന പ്രക്രിയയുടെ ഫലമാണ് എന്നഭിപ്രായപ്പെട്ടത് ഹാർവി ഗസ്റ്റ് ആണ്. സർഗാത്മക ചിന്തയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ആഗമന ചിന്തനമാണ്. സർഗാത്മക ചിന്തയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ആഗമന ചിന്തനമാണ്. സർഗാത്മക ചിന്ത, ആഗമന ചിന്ത, വിവ്രജന ചിന്തയൊക്കെയായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കോൺസെപ്റ്റ് ആണ് എന്ന് പറയാം. അപ്പൊ എന്താണ്? വായനാ പരിശീലനത്തിനു വേണ്ടി വൈഗോട്സ്കിയുടെ ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ രൂപക്കൊണ്ടതാണ് പഠന രീതിയാണ് പ്രതിക്രിയ അധ്യാപനം എന്ന് പറയാം. ആന്തരിക പ്രചോദനം, മാനവികതാവാദം ഊന്നൽ നൽകുന്നതാണ്. ആന്തരിക ഒരു വ്യക്തിയുടെ ഭൗതികവും ആത്മീയവും ഒക്കെ ആയ ഒരു സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം നൽകുന്നതാണ് മാനവികതാവാദം. ആന്തരിക പ്രചോദനത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നതാണ് മാനവികതാവാദം എന്ന് കാണാനായിട്ട് സാധിക്കും. വ്യക്തിവികാസം തുടർച്ചയായ പഠന പ്രക്രിയയുടെ ഫലമാണ് എന്ന് പറഞ്ഞാൽ ഹാർവി ഗസ്റ്റ് എന്ന് പറയാറുണ്ട്. സർഗാത്മക ചിന്തയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ആഗമന ചിന്തനമാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പദ്ധതി ദേശീയ വിദ്യാഭ്യാസ നയം 986 ആണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പദ്ധതി നിർദ്ദേശിച്ചത് എന്ന് പറയുന്നു. ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പദ്ധതി ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി രൂപീകരിച്ചാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പദ്ധതി നിർദ്ദേശിച്ചത് ദേശീയ വിദ്യാഭ്യാസ നയം. 1986 ദേശീയ വിദ്യാഭ്യാസ നയമാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് നിർദ്ദേശിച്ചത് എന്ന് പറയാം. കാൻഫെഡിന്റെ ഉപജ്ഞാതാവ് ആരാണ്? PN പണിക്കർ ആണ്. കാൻഫെഡിന്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് PN പണിക്കർ ആണ്. അടുത്തത്, നിരന്തരവും സമഗ്രവുമായ മൂല്യനിർണ്ണയം എന്ന ആശയം മുന്നോട്ട് വെച്ചത്, CCE എന്ന ആശയം മുന്നോട്ട് വെച്ചത് 986 ദേശീയ വിദ്യാഭ്യാസ നയമാണ്. സംസ്ഥാനത്ത് നിലവിൽ വന്നത് 2013-14 കാലഘട്ടത്തിലാണെങ്കിലും നിരന്തരവും സമഗ്രവുമായ മൂല്യനിർണ്ണയം എന്ന ആശയം മുന്നോട്ട് വെച്ചത് ദേശീയ വിദ്യാഭ്യാസ നയം 986 ആണ്. രണ്ടും കണക്ട് ചെയ്തു പഠിക്കുക. ദേശീയ വിദ്യാഭ്യാസ നയം 986 മുന്നോട്ട് വെച്ചതാണ് CCE, കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ അഥവാ നിരന്തരവും സമഗ്രവുമായ മൂല്യനിർണ്ണയം എന്ന കോൺസെപ്റ്റ്. ഇത് സംസ്ഥാനത്ത് നിലവിൽ വന്നത് 2013-14 അക്കാഡമിക് ഇയറിലാണ് എന്ന് പഠിച്ചു വയ്ക്കുക. പരീക്ഷണത്തിൽ കൂടി അറിവ് നേടണം എന്ന സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവാണ് ജോൺ ഡൂയി. ചെയ്തു പഠിക്കുക, പ്രവർത്തിച്ചു പഠിക്കുക. പരീക്ഷണത്തിൽ കൂടി അറിവ് നേടണം എന്ന സിദ്ധാന്തം ആരുടെ എന്ന് ചോദിച്ചാൽ ജോൺ ഡൂയിയുടെ എന്ന് പറയാനായിട്ട് സാധിക്കും. പേഴ്സണലൈസ്ഡ് സിസ്റ്റം ഓഫ് ഇൻസ്ട്രക്ഷൻ, ഞാൻ കുറച്ചു മുമ്പ് നമ്മൾ കണ്ടതാണ്. വ്യക്തിഗത ബോധന സമ്പ്രദായം എന്ന പഠന രീതി ആരുടെ? FS കെല്ലറിൻ്റെതാണ്. വ്യക്തിഗത ബോധന സമ്പ്രദായം എന്ന പഠന രീതി FS കെല്ലറിൻ്റെതാണ് എന്ന് പഠിച്ചു വയ്ക്കുക. ബോധന ഉപകരണങ്ങളുടെ കൂട്ടത്തിൽ അനുഭവ കോൺ അവതരിപ്പിച്ചത് എഡ്ഗാർ ഡെയിൽ ആണ്. ബോധന ഉപകരണങ്ങൾ
ഓക്കെ, അതായത് നമ്മുടെ ടൂൾസ് ഓഫ് ടീച്ചിങ്, ബോധന ഉപകരണങ്ങളുടെ കൂട്ടത്തിൽ അനുഭവകോൺ അവതരിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ എഡ്ഗാർ ഡെയിലാണ്. ഇതൊക്കെ കാണാതെ പഠിച്ചു വയ്ക്കേണ്ടതാണ് കേട്ടോ മക്കളെ, കാരണം നമ്മൾ ഒരുപാട് എക്സ്പ്ലനേഷൻ ഇല്ലാത്ത പല ക്വസ്റ്റ്യൻസും ഇതിനകത്തുണ്ട്. LPUP ആണ് മെയിൻലി ഫോക്കസ് ചെയ്തിരിക്കുന്നത്, എന്നാലും കേട്ടിട്ടുകാർക്കുള്ള ക്വസ്റ്റ്യൻസും ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഇനി വരും ക്ലാസ്സുകളിൽ ഇൻക്ലൂഡ് ആക്കുകയും ചെയ്യും. ഓക്കെ, വൈജ്ഞാനിക വികസനത്തിന് അനുയോജ്യമായ രീതിയിൽ ബ്രൂണർ ആവിഷ്കരിച്ച ബോധന മാതൃക, വൈജ്ഞാനിക കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, അതിനുതകുന്ന രീതിയിൽ ബ്രൂണർ ആവിഷ്കരിച്ചതാണ് ആശയാധാന മാതൃക എന്ന് പറയുന്നത്. വൈജ്ഞാനിക വികാസത്തിന് അനുയോജ്യമായ രീതിയിൽ ബ്രൂണർ ആവിഷ്കരിച്ച ബോധന മാതൃകയാണ് ആശയാധാന മാതൃക അഥവാ കോൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ എന്ന് പറയുന്നത്. ആശയങ്ങളെ എങ്ങനെ സ്വീകരിക്കുന്നു, അർത്ഥവത്തായി സംശീകരിക്കുന്നു എന്നുള്ള പഠനമാണ് ഇതിൽ നടക്കുന്നത്. കേന്ദ്രീയ വിദ്യാലയങ്ങൾ ആരംഭിച്ച വർഷം 1962 കേന്ദ്രീയ വിദ്യാലയങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. പഠിച്ചു വെക്കുക. പരസ്പര ബന്ധിതമായ ആശയങ്ങൾ ചേർന്ന് സ്വയം നിലനിൽപ്പുള്ള 2-3 പാഠങ്ങളെയാണ് യൂണിറ്റ് അഥവാ ഏകകം. ഒരു യൂണിറ്റ് എന്നാൽ എന്ത്? ഒരു അധ്യാപകൻ എന്ന നിലയിൽ നമുക്ക് കേട്ടിട്ട് എക്സാമുകൾക്കോ LPUPക്കോ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ, എന്താണ് ഏകകം അഥവാ യൂണിറ്റ്? പരസ്പരം ബന്ധിതമായ ആശയങ്ങൾ ചേർന്ന് സ്വയം നിലനിൽപ്പുള്ള 2-3 പാഠങ്ങളെ, പരസ്പര ബന്ധിതമായ ആശയങ്ങൾ, അതായത് ഒരു യൂണിറ്റിലെ ഒരു കവിതയാകാം, ഒരു കഥയാവാം, അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഗ്രാമാറ്റിക്കൽ പോർഷൻ ആവാം, അങ്ങനെ പരസ്പര ബന്ധിതമാണ്. അതിനകത്ത് കോൺസെപ്റ്റുകൾ പരസ്പര ബന്ധിതമായിരിക്കാം. ആ 2-3 പാഠങ്ങളെ എന്തെന്ന് വിളിക്കുന്നു? ഏകകം അഥവാ യൂണിറ്റ് എന്ന് വിളിക്കുന്നു. വിഷമ പ്രശ്നങ്ങൾ നേരിടുമ്പോൾ അറിഞ്ഞില്ല എന്ന് നടിക്കാനുള്ള പ്രവണതയാണ് ഒട്ടകപ്പക്ഷി മനോഭാവം. നമുക്കറിയാം, മരുഭൂമിയിലെ പക്ഷിയാണ് അല്ലെ ഇത്. ഈ കൊടുങ്കാറ്റ് വരുന്ന സമയത്ത് ഇവറ്റകൾ എന്ത് ചെയ്യും? തന്റെ തല കൊണ്ട് ഒരു മണ്ണിന്റെ അകത്തോട്ട് പൂഴ്ത്തി വെക്കും. കൊടുങ്കാറ്റെല്ലാം ശമിച്ചതിന് ശേഷം ഒന്നും പറ്റിയില്ല എന്നുള്ള രീതിയിൽ, ഇവിടെ എന്താ സംഭവിച്ചെന്നുള്ള രീതിയിൽ ചാടി വരും. ഈ സെയിം സംഭവമാണ് വിഷമ പ്രശ്നങ്ങൾ നേരിടുമ്പോൾ നമ്മൾ അതിൽ നിന്നെല്ലാം മുഖം വെട്ടിച്ച് സ്കിപ്പ് ചെയ്ത് മാറും. ആ പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചതിന് ശേഷമായിരിക്കാം നമ്മൾ പതിയെ മുഖം പുറത്തേക്ക് വരിക. അപ്പൊ വിഷമ പ്രശ്നങ്ങൾ നേരിടുമ്പോൾ അറിഞ്ഞില്ല എന്ന് നടിക്കാനുള്ള പ്രവണതയെ ഒട്ടകപ്പക്ഷി മനോഭാവം എന്ന് വിശേഷിപ്പിക്കുന്നു. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഏറ്റവും അപകടകരമായ പ്രതിരോധ തന്ത്രമാണ് ദമനം, റിപ്രഷൻ. എന്തുകൊണ്ടാ? നമുക്ക് വേദനയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അബോധ മനസ്സിലേക്ക് തള്ളിത്താഴ്ത്തുക. ഈ അബോധ മനസ്സാണ് നമുക്ക് വട്ട് വേണോ വട്ട് വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഏറ്റവും അപകടകരമായ പ്രതിരോധ തന്ത്രമാണ് ദമനം എന്ന് പറയുന്നത്. മനുഷ്യ മനസ്സ് മഞ്ഞുമല പോലെയാണ്. നമുക്ക് ഒരിക്കലും ഞാൻ പറഞ്ഞു തരേണ്ട, കാരണം നമ്മൾ കുറേ വർഷങ്ങളെ ബിഎഡിന് ചേർന്നപ്പോൾ തൊട്ട് നമ്മൾ കേൾക്കുന്ന ഒരു സെന്റൻസ് ആണ്, മനുഷ്യ മനസ്സ് മഞ്ഞുമല പോലെയാണ് എന്ന് പറഞ്ഞത് ആരാണ്? സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. മനുഷ്യ മനസ്സ് മഞ്ഞുമല പോലെയാണ് എന്ന് അഭിപ്രായപ്പെട്ടത് സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. പഠിച്ചു വെക്കുക. പുസ്തകങ്ങൾ കത്തിച്ചു കളയുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. റൂസോയുടെ വാചകങ്ങളാണ്. ഭിത്തികൾ പൊളിക്കുക, ശിശുവിനെ പ്രകൃതിയുടെ വരദാനത്തിലേക്ക് എറിഞ്ഞു കൊടുക്കുക എന്നഭിപ്രായപ്പെട്ടത് റൂസോയാണ്. ആരുടെ വാക്കുകൾ? പുസ്തകങ്ങൾ കത്തിച്ചു കളയുക, ഭിത്തികൾ പൊളിക്കുക, ശിശുവിനെ പ്രകൃതിയുടെ വരദാനത്തിലേക്ക് അല്ലെ പ്രകൃതിയുടെ മധ്യത്തിലേക്ക് എറിഞ്ഞു കൊടുക്കുക എന്ന് അഭിപ്രായപ്പെട്ടത് റൂസോ. പലവട്ടം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഏറ്റവും പുതിയ ദർശന മാർഗമാണ് പ്രായോഗികവാദം എന്ന് പറയുന്നത്. പ്രാഗ്മാറ്റിസം ഏറ്റവും പുതിയ ദർശന മാർഗമാണ് പ്രാഗ്മാറ്റിസം അഥവാ പ്രായോഗികവാദം. വിദ്യാഭ്യാസ മേഖലയ്ക്ക് നൽകിയ രീതിയാണ്, സംഭാവനയാണ് പ്രോജക്റ്റ് രീതി. പ്രായോഗികവാദം വിദ്യാഭ്യാസ മേഖലയ്ക്ക് നൽകിയ സംഭാവനയാണ് പ്രോജക്റ്റ് രീതി എന്ന് പറയുന്നത്. ഈ പ്രോജക്റ്റ് രീതിയുടെ ഉപജ്ഞാതാവ് കിൽപാട്രിക് ആണ്. പ്രോജക്റ്റ് രീതിയെ വിദ്യാഭ്യാസ മേഖലയിലേക്ക് സംഭാവന ചെയ്തത് ജോൺ ഡൂയി ആണ് എന്ന് കാണാം. റൂസോയുടെ വിദ്യാഭ്യാസ കാഴ്ചപ്പാട് വ്യക്തമാക്കുന്ന പുസ്തകമാണ് എമൈൽ ഓർ എമിലി എന്നറിയപ്പെടുന്നത്. എമിലി എന്നും എമൈൽ എന്നും പറയുന്നു. റൂസോയുടെ വിദ്യാഭ്യാസ കാഴ്ചപ്പാട് വ്യക്തമാക്കുന്ന പുസ്തകം. പെസ്റ്റലോസിയെ വളരെയധികം സ്വാധീനിച്ച റൂസോയുടെ പുസ്തകമാണ് എമിലി. റൂസോയുടെ എമിലി പെസ്റ്റലോസിയെ വളരെയധികം സ്വാധീനിച്ച പുസ്തകമാണ്. അതൊരു ചോദ്യമായിട്ട് ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് പഠിച്ചു വെക്കുക കേട്ടോ. അടുത്തത്,
സാമൂഹിക നീതി പുലർത്തുന്ന മാതൃകാ രാഷ്ട്രത്തെ പരാമർശിച്ചുകൊണ്ട് പ്ലേറ്റോ എഴുതിയ കൃതി. സാമൂഹിക നീതി പുലർത്തുന്ന മാതൃകാ രാഷ്ട്രത്തെ പറ്റി പരാമർശിച്ചുകൊണ്ട് പ്ലേറ്റോ എഴുതിയ കൃതിയാണ് റിപ്പബ്ലിക് എന്ന് പറയുന്നത്. സാമൂഹിക നീതി പുലർത്തുന്ന മാതൃകാ രാഷ്ട്രത്തെ പറ്റി പരാമർശിച്ചുകൊണ്ട് പ്ലേറ്റോ എഴുതിയ കൃതിയാണ് റിപ്പബ്ലിക് എന്ന് പറയുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. 35ഓളം ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. എനിവേ സപ്പോർട്ട് ചെയ്യുക, നന്നായി പഠിക്കുക. പഠിക്കണമെന്നുള്ള വിചാരം ഞാനോ മറ്റൊരു അധ്യാപകനോ അധ്യാപികമാരോ മെന്റേഴ്സോ അല്ല നൽകേണ്ടത്. പകരം നമ്മുടെ മനസ്സിൽ തോന്നേണ്ട ഒരു വിചാരമാണ്, വികാരമാണ് പഠനം എന്ന് പറയുന്നത്. അതിന് മറ്റാരും നമ്മളെ മോട്ടിവേറ്റ് ചെയ്തിട്ട് കാര്യമില്ല. അത് കുറച്ച് നേരത്തേന് മാത്രമേ നിൽക്കുകയുള്ളൂ. പക്ഷേ എനിക്ക് ജോലി വേണം, എനിക്ക് ടെറ്റ് നേടണം എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ നിങ്ങളിലൂടെ ആ ചിന്ത വളരട്ടെ, നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കട്ടെ. ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ഇന്ന് മുതൽ നമ്മൾ ഈ പ്രയാണം ആരംഭിക്കുകയാണ്. അപ്പൊ ഇനിയും വരും ദിവസങ്ങളിൽ സൈക്കോളജിയുടെ മറ്റു ക്വസ്റ്റ്യൻസുകളുമായിട്ട് ഞാൻ സ്ക്രീനിൽ ഉണ്ടാവും. നിങ്ങളും റെഡി ആയിരിക്കുക. ഒരു നോട്ട്ബുക്കുമായിട്ട് സൈക്കോളജിയുടെ നോട്ടുകളും സൈക്കോളജിയുടെ ക്വസ്റ്റ്യൻസും എല്ലാം ഒരു ബുക്കിൽ മാത്രം എഴുതി വെക്കാനായിട്ടൊന്ന് ശ്രമിക്കുക. ഓക്കെ ഡിയേഴ്സ്, അപ്പൊ മറ്റൊരു ക്ലാസ്സുമായി കാണാം. താങ്ക് യു.